ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോന്നിയിലാണ്. കോന്നിയിൽ കൊട്ടവഞ്ചി സവാരിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലിടും. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോന്നിയിലാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോന്നി കൊട്ടവഞ്ചി സഫാരിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് തന്നെ അടവി ബൗൾ ബോട്ട് സെൻറ്റർ കോന്നി എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു നെയിം ബോർഡും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് നേരെ താഴോട്ടുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഒരു ബൗൾ ബോട്ട് റൈഡിന് ടിക്കറ്റായിട്ട് വരുന്നത് 600 രൂപയാണ്. അതായത് 600 രൂപയ്ക്ക് നമുക്ക് 4 പേർക്കാണ് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ 3 പേരാണെങ്കിലും നമുക്ക് 600 രൂപ കൊടുത്ത് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പോൾ 3 പേരേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് 600 തന്നെയാണ്. മാക്സിമം നമുക്ക് ഒരു കൊട്ടവഞ്ചിയിൽ 4 പേർക്ക് പോകാനായിട്ട് സാധിക്കും. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ കൊട്ടവഞ്ചി സഫാരിക്കായി പോകുന്നത്. വഴി അവസാനിക്കുന്ന അവിടെ മുതലാണ് കൊട്ടവഞ്ചി സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴി തന്നെ നമുക്ക് കുറേയധികം കൊട്ടകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഓഫീസ് റൂമും പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന കൊട്ടകളാണ് കൊട്ടവഞ്ചി സഫാരിക്കായിട്ട് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം പൊതുവെ ഇവിടെ ടൂറിസ്റ്റ് കുറവാണ്. കാരണം കോന്നിയിലുള്ള ആനക്കോട് പോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം തന്നെ തിങ്കളാഴ്ച ഓഫാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആനക്കോടും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിൽ വരാനായിട്ട് ശ്രമിക്കുക. അതായത് തിങ്കളാഴ്ച ഒഴികെയുള്ള ബാലൻസ് ദിവസങ്ങളിൽ വരാനായിട്ട് ശ്രമിക്കുക. കൊട്ടവഞ്ചി സഫാരി മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വെച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വരാനായിട്ട് ശ്രമിക്കുക. കാരണം തിങ്കളാഴ്ച ദിവസങ്ങളിൽ പൊതുവേ ഈ സ്ഥലത്ത് വളരെയധികം ടൂറിസ്റ്റ് കുറവാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാടിനുള്ളിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ വരുമ്പോൾ ലഭിക്കുന്നത്. നമ്മൾ ഇരു സൈഡിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ പഴയ, അതായത് നേരത്തെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഒരു ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ അവർ സജ്ജീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കൊട്ടവഞ്ചി സഫാരി എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനായി നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് ഇടുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സൈഡിൽ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇടേണ്ടത്. അതിനായിട്ട് നമ്മൾ എത്ര പേരാണ് വന്നിരിക്കുന്നത് അവർക്കുള്ള ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ അവരിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടുക. ലൈഫ് ജാക്കറ്റ് ഇട്ടതിന് ശേഷമാണ് കൊട്ടവഞ്ചിയിലോട്ട് പോകാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൊട്ടവഞ്ചിയിലോട്ട് പോകാം. ഈ കാണുന്ന കൊട്ടവഞ്ചിയിലാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന ചേട്ടനാണ് ഈ കൊട്ടവഞ്ചിയുടെ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 3 പേരാണ്. അപ്പോൾ 3 പേർക്കായിട്ടുള്ള സീറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചേട്ടൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ സീറ്റും കാര്യങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൊട്ടവഞ്ചി വെള്ളത്തിലോട്ട് ഇറക്കുന്നു. അതിനുശേഷം ഓരോരുത്തരായിട്ട് നമ്മൾ കൊട്ടവഞ്ചിയിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. നമ്മൾ കൊട്ടവഞ്ചി കയറുന്ന സമയത്ത് നമ്മൾ ബോട്ടുകളിലൊക്കെ കയറിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലല്ല നമ്മുടെ ഈ കൊട്ടവഞ്ചി കയറുമ്പോൾ ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിൽ എന്തോ പൊങ്ങിക്കിടക്കുന്ന പോലുള്ള ഒരു ഫീലാണ് വരുന്നത്. അതായത് ആദ്യമായിട്ടൊക്കെ കൊട്ടവഞ്ചിയിലൊക്കെ കയറുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പേടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ചേട്ടൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ അഡ്ജസ്റ്റബിളാണ്. പുള്ളി അതെല്ലാം തന്നെ സെറ്റ് ചെയ്ത് തരും. ആദ്യം കയറുമ്പോൾ ഉള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കൊട്ടവഞ്ചി ചെറുതായിട്ട് മൂവ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സീനൊന്നുമില്ല. നമ്മൾ കൂളായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ കൊട്ടവഞ്ചി സഫാരി എന്ന് പറയുന്നത് ടോട്ടൽ അരമണിക്കൂറാണ്. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് 15 മിനിറ്റും പിന്നെ റിട്ടേൺ 15 മിനിറ്റും, അങ്ങനെ ടോട്ടൽ അരമണിക്കൂർ നമുക്ക് ഈ കൊട്ടവഞ്ചി സഫാരി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കൊട്ടവഞ്ചി സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ചെറിയൊരു പേടി അല്ലാതെ മുമ്പോട്ടേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഒരു റിലാക്സേഷൻ തരുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വൈൽഡ് ആനിമൽസിനൊക്കെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കുരങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗൈസ്, അങ്ങനെ നമ്മളുടെ കൊട്ടവഞ്ചി സഫാരിയുടെ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവർ കൊട്ടവഞ്ചി അവിടെ വെച്ച് തന്നെ തിരിച്ച് നമ്മൾ വീണ്ടും എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. ഈ കൊട്ടവഞ്ചി സഫാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ഈ 15 മിനിറ്റ് ട്രാവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോൾ ഇവർ ചെറുതായിട്ട് നമ്മുടെ ഈ കൊട്ടവഞ്ചി ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. അത് നമ്മളെല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഞങ്ങളുടെ കൊട്ടവഞ്ചി സഫാരി ഇവിടെ അവസാനിച്ചു. ഞങ്ങളിതോ തുടങ്ങിയ ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കോന്നിയിലോട്ടൊക്കെ നിങ്ങൾ വരുവാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ കൊട്ടവഞ്ചി സഫാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഇവർ ഈ സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 600 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ 4 പേർക്കാണ് 600 രൂപ ടിക്കറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും കോന്നിയിലോട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ കൊട്ടവഞ്ചി സഫാരി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതായാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഈ കൊട്ടവഞ്ചി സഫാരി ഈ റേറ്റിന് നമുക്ക് വെർത്താണ്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും എല്ലാവരും തന്നെ ഈ കൊട്ടവഞ്ചി സഫാരി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൊട്ടവഞ്ചി, കണ്ടോ ഗൈസ്. അപ്പോൾ കോന്നിയിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ കൊട്ടവഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ ചേട്ടനാണ്, ഇതെൻ്റെ വൈഫാണ്. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.